ഹലോ ഗൈസ്, കണ്ണാ കണ്ണൻ്റെ കിഞ്ഞ കണ്ണനെ ഒന്ന് പിടിച്ചു നോക്കി, നടക്കണില്ല. കോവാലിനെണ്ണനെയും പിടിച്ചു നോക്കി, നടക്കണില്ല, അങ്ങോട്ട് പോകണില്ല. ചെലവിന് മാർഗമൊന്നുമില്ല. ലവൻ ജയിലിലാണ്. അത് എൻ്റെ കെറ്റിയവൻ ചലിവണ്ണൻ ജയിലിലാണ് ഗൈസ്. എടി അങ്ങനെ പറഞ്ഞ് കാശ് തണ്ട്, അതാണ് അതിൻ്റെ ഒരു മര്യാദ. പൈസ തണ്ടുമ്പോഴത്തേക്ക് കാര്യകാരണ സഹിത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്താണ് പൈസയ്ക്ക് ഇത്ര അത്യാവശ്യം എന്നത് ജനങ്ങൾ അറിയണം. തിന്നാനായിട്ടാണ് ഈ തെണ്ടൽ എന്ന് നമുക്ക് മനസ്സിലായി, നാട്ടുകാർ കൂടെ മനസ്സിലാവുന്ന കണക്ക് പറയുന്നുണ്ട്. നാട്ടുകാരേ നിങ്ങളറിഞ്ഞു എന്നെ കണ്ണം വീട്ടിൽ കയറ്റൂല, എൻ്റെ കെറ്റിയവൻ ചലീമന്നൻ ജയിലിലാണ് കൈഷ്. അണ്ണനേട്ട് അണ്ണനേട്ട് പുതിയ സംഗതി കൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് പറ, വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോഴത്തേക്കാണ് ഉമ്മായും പാപ്പായും ഹജ്ജിന് വിടാൻ പോവാണ്. ദീനിയത്തും അമലിയത്തും ഇസ്ലാമിയത്തും വഴിഞ്ഞൊഴുകുന്ന പെണ്ണുമ്പുള കേക്കാം. അതിലൂടെ എനിക്ക് എന്റെ ഉമ്മാനെയും വാപ്പാനെയും ഹജ്ജിന് പറഞ്ഞേക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ച് സഹോദരന്മാർ എന്നെ കോൺടാക്ട് ചെയ്തു. മാഷാ അള്ളാ ചെയ്തു തരുന്നതിന് മാഷാ അള്ളാ ചെയ്തു തരുന്നതിന് എനിക്ക് ഇത്രയും ദാരിദ്ര്യം പിടിച്ച സഹോദരന്മാർ ആരാണടാ? നിനക്കൊക്കെ എന്താണ് ഈ പന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് തന്നെ നിനക്കൊക്കെ മാഷാ അള്ളാ വേണോ? ദാരിദ്ര്യം പിടിച്ചു പോവും. അമ്മാതിരി ഒരു വിടക്ക് മുതലാണത്. അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാ മച്ചി 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 ഒരു സ്ത്രീയെ പറയുന്ന അവഹേളനം നിങ്ങൾ കേൾക്കണില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വിളിച്ച് ചോദിക്കാൻ തോന്നില്ല. ചിലപ്പോൾ ഇവർ ഡൗട്ട് ഉണ്ട്, ഇനിയിപ്പോൾ ഇവൾ മാഷാള്ള കൊതി തരുമോ എന്നുള്ളത് കൊണ്ടാണ്. മതം വിട്ടെന്നല്ലേ ഉള്ളൂ. അവൾക്ക് പിന്നെ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ഇനി മാഷാള്ള അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതും കൂടെ പറയുന്നുണ്ട്, കേൾക്കാം. പഴയത് പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്തു വെച്ചതാട്ടോ ഇത്. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് 250-300 രൂപ തൊട്ടിട്ട് മാഷാ അള്ള കിട്ടും. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് ആയി വരുമ്പോഴേക്ക് 3000 രൂപ വരും. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നു. അതായത് ഇത് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുണ്ടാക്കുന്നതാണ്. 250-300 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവൾ ഉണ്ടാക്കുമ്പോൾ 3000 രൂപയാണ്. കണ്ണൻ്റെ അത്രയും ബഹളങ്ങളൊക്കെ ഉള്ള ഒരു ഫോട്ടോയ്ക്ക് 2500 അവളെ എക്സ്പെൻസ് ഉള്ളൂ. പക്ഷേ ഇതുണ്ടാക്കുമ്പം അവൾക്ക് 3000 രൂപ തന്നെ കിട്ടണം. കാക്കമാരെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. നിങ്ങളുടെ വീട്ടിൽ വർക്കത്ത് വേണ്ടേ? ഈ സാധനം കൊണ്ടുവച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വർക്കത്ത് ഇങ്ങനെ വഴിഞ്ഞൊരുക. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. യേശപ്പനെ ഒന്ന് പിടിച്ചു നോക്കി. യേശപ്പൻ്റെ ടീം അനങ്ങണില്ല. അവർ ഇതിനകത്തൊന്നും വന്ന് തേടത്തില്ല. അവർ ഹാലയിൽ ഒരു സൂത്രം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണം. മതം മാറി അപ്പുറത്ത് ചെന്നാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അല്ലാണ്ട് അവർ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നടക്കത്തില്ല. ആ പ്രോഗ്രാം പൊളിഞ്ഞ്. എന്നാൽ പിന്നെ ഈ പ്രോഗ്രാം കൊണ്ട് ഇറങ്ങാന്നാണ് അടുത്തതും കൊണ്ടുവന്നത്. തലങ്ങും വിലങ്ങും ഒക്കെ നോക്കുന്നുണ്ട്. എടി സത്യം തുറന്നു പറയടി, എൻ്റെ സലീമിന് എന്ത് സംഭവിച്ചു? അവനെ വിട്. നീ ചലഞ്ചൊക്കെ നിർത്തി വെച്ചാ അതെന്ത് നീ നന്നായ? ഛേ, അതൊരു രസമില്ലടേ. പിന്നെ ഫ്രെയിം ഇതൊന്നുമല്ല കേട്ടോ. ഫ്രെയിം 1.25 ഇഞ്ചിന്റെ ഫ്രെയിമാണിത്. അക്രലിക് ഷീറ്റിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരും. നമ്മളിത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നിങ്ങൾക്ക് ആ 3000 രൂപ അഫോർഡബിൾ ആണ് എന്ന് വെച്ചാൽ 3000 രൂപ വരും ഇങ്ങനത്തെ ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഫ്രെയിം വരിക 1.25 ഇഞ്ചിന്റെ ഫ്രെയിമാണ് വരിക. അപ്പം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഓർഡർ തന്നോളൂ. ഞാൻ ഇതിൻ്റെതായ എൻ്റെ വാട്സപ്പ് നീ വാട്സപ്പ് നമ്പർ കുന്തൊക്കെ വെക്കട്ടെ. ഈ വിഷയം എടുക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം എടുക്കുന്നതാണ്. ആക്ച്വലി ഈ വിഷയം എടുക്കാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ കള്ളിയാണെന്നൊരു 100 വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയും വിശ്വസിച്ച് അതിനകത്ത് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പല വിഷയങ്ങളും ഞാൻ മൗനമായി പോകുന്നതിൻ്റെ റീസൺ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിയും ബോധമുള്ള ഒരാളും ഇതിനകത്ത് പോയി ചാടത്തില്ല എന്നുള്ളതാണ്. ഇനി അഥവാ ആരെങ്കിലും ചാടുന്നുണ്ടെങ്കിൽ അവർക്കൊട്ട് ബുദ്ധിയും ബോധവും ഇല്ല എന്നാണ്. അങ്ങനെയുള്ളവർ അനുഭവിക്കട്ടെ എന്നേ പറയാനുള്ളൂ. നമ്മളൊരു വിഷയം ചെയ്യുമ്പോൾ അത് അത്രത്തോളം നീയത്ത് വെച്ച് അത്രത്തോളം പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ദൈവവിശ്വാസത്തിലാണ് കൈവയ്ക്കുന്നത്. ഇത് ഈ വിശ്വാസത്തിനെ വെച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അവഹേളിക്കാനും ആ വിശ്വാസത്തിനെ അവഹേളിച്ചുകൊണ്ട് ഇവരെയും കൂടെ ചവിട്ടിത്തേച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സ്ഥാനം കിട്ടുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവൾ കാണിച്ച പല പേക്കുത്ത് നമ്മൾ കണ്ടതാണ്. ആകെ മൊത്തത്തിൽ ഈ സ്ത്രീയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സ്വന്തം പൂണി വിറയ്ക്കുക, പൂണി നിറയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവൾ പല സമുദായങ്ങളെ ഇങ്ങനെ പിടിക്കുന്നത്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് അവൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. പൊതുവിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിനെ അനുകൂലിക്കുകയോ അഡ്രസ്സ് ചെയ്യുന്നത് അവളല്ല, ആദ്യമായിട്ടല്ല. കൃഷ്ണൻ്റെ പടമെന്നല്ല, പല ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികളെ എനിക്കറിയാം, ആൺകുട്ടികളുമുണ്ട്. പക്ഷേ അവരാരും ഇത് ഒരു വലിയൊരു സംഗതിയാക്കി എടുത്ത് അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കുന്നില്ല. അത് അവർക്ക് അങ്ങനെ ഒരു വെളിപാടുണ്ടായി, അവരത് ചെയ്യുന്നു. അതുകൊണ്ട് അവരവരുടെ മതം ഉപേക്ഷിച്ചിട്ടുമില്ല. ഇതൊരു ട്രെൻഡാക്കി എടുക്കാൻ അവൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് ഇവൾക്ക് വിലക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പെൺകുട്ടികൾക്ക് ഇല്ലാത്ത ഒരു എതിർപ്പ് ഇവൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ
അക്ഷരാർത്ഥത്തിൽ ഇവൾ പലരെയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഹണി ട്രാപ്പുകാരിയാണെന്ന് നമ്മളല്ല ആദ്യം പറഞ്ഞ ABC മലയാളത്തിലാണ് വന്നത്. കൃത്യമായി ഡേറ്റ് ഉൾപ്പെടെ കൃത്യമായ FIR റിപ്പോർട്ട് ഉൾപ്പെടെ ഇവളെ പറ്റി കൃത്യമായ ഡീറ്റെയിൽസ് പുറത്തുവിട്ടത് ABC മലയാളമാണ്. അതെങ്ങനെയാണെന്നറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടല്ലോ ഒരു പൂജാരിയുടെ അവിഹിതം. ഒരു മനുഷ്യന്, ഒരു പുരുഷന് അവനിരിക്കുന്ന നല്ല ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു പൊസിഷനിലാണെങ്കിൽ അവനെ ആ പൊസിഷൻ നശിപ്പിക്കാനും അവനെ സമൂഹത്തിൽ ഇല്ലാണ്ടാക്കാനും ഏറ്റവും നല്ല പരിപാടി അവന് ഹണി ട്രാപ്പുകാരനാക്കുകയോ അല്ലെങ്കിൽ അവനെതിരെ ഇതുപോലൊരു കള്ളക്കേസ് കൊടുക്കുകയോ ചെയ്താൽ മതിയാവും. ഈ കണ്ടർ കേസ് അറിയത്തില്ലേ, അതേപോലെ അങ്ങനെയുള്ള പൂജാരികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലരുമുണ്ട്. ഇവളും ടാർഗറ്റ് ചെയ്തിരുന്നു, കയ്യോടെ പിടിക്കപ്പെട്ടു. കാരണം ഇവളുടെ ഈ ബാഡ് ഹിസ്റ്ററി മനസ്സിലാക്കിയ ആളുകൾ അതിനെതിരെ ശക്തമായി നിലകൊണ്ടു. ഇതാണ് അതിൻ്റെ ബാക്ക് സ്റ്റോറി. അല്ലാണ്ട് ഒരു സ്ത്രീ ആക്രമിക്കുകയല്ല. ഇവൾ പോയതും ഈ പൂജാരിക്ക് ഈ സാധനം കൊടുത്തിട്ട് വരേണ്ടതിന് പകരം അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് സംശയം തോന്നിയത്. അദ്ദേഹത്തിനെ രക്ഷിക്കാൻ തന്നെയാണ് പലരും ഇറങ്ങി നിന്ന് സംസാരിച്ചത്. പിന്നെ കണ്ണൻ്റെ കാര്യം നിങ്ങൾ ആ പിക്ചറിൽ നോക്കൂ. നമ്മളൊരു ചിത്രകാരനാണെങ്കിൽ അല്ലെങ്കിൽ ചിത്രകാരിയാണെങ്കിൽ കണ്ണുകൾക്ക് ജീവൻ വേണ്ടേ? നമ്മളത് വരച്ചു വെക്കുമ്പോൾ നമുക്കത് ജീവനുള്ളതായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്? കണ്ണുകളിൽ ഒരു വെളിച്ചം വേണം. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ്ലി ഞാനത് പറഞ്ഞിട്ട് പോലും ആ തിരുത്ത് അവൾ നടത്താത്തത് കണ്ടോ? ഒരു വൈറ്റ് കളർ ലൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ, അത് ചെയ്യുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം കോപ്പി പേസ്റ്റാണ് അവൾ ചെയ്യുന്നതെന്ന്. പബ്ലിക്കിൽ വന്ന് വരയ്ക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്നായി. പല രീതിയിൽ ഈ മതത്തിൻ്റെ അവരുടെ ആ ഒരു പുണ്യ രീതിയെ അവഹേളിക്കുന്നതാണ് ഇവൾ പെരുമാറി. ചിക്കൻ്റെ ലിവറും ചിക്കൻ്റെ പാർട്സും ഒക്കെ തിന്നിട്ട് അവളത് എടുത്ത് വീഡിയോ ഇടുകയാണ്. അറ്റ്ലീസ്റ്റ് ഇതൊരു വിവാദമാകുമ്പോൾ അത് ഒളിക്കാനുള്ള ബോധം അവൾക്കുണ്ടായോ? ഇല്ല. പിന്നെ വിളിക്കുന്ന തെറികൾ. ഈ വിശ്വാസികൾ എപ്പോഴും, ദൈവവിശ്വാസികൾ എപ്പോഴും വളരെ മിതത്വം പാലിക്കുന്നവരായിരിക്കും. മോശ വർത്തമാനം അവരുടെ നാവിൽ വരില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അവർ ചിന്തിക്കില്ല. വിശ്വാസി സമൂഹം അങ്ങനെയായിരിക്കണം. അതിന് നേർ വിപരീതമായിട്ട് അവനെയും വെച്ചുകൊണ്ട് അവർ കാണിച്ച പേക്കൂത്ത് കണ്ടു. ഇതൊന്നും പോരാതെ മറ്റേ പിന്നെ കോഴിക്കോടത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് കക്കൂസിനെയും വിളിച്ച് അതേപോലെ തീട്ടം ബൈജുവിനെ നിർത്തിക്കൊണ്ട് ആളുകളെ വെല്ലുവിളിച്ചപ്പം ഇവള് കരുതി ഇതിപ്പോൾ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാവും, യുക്തിവാദികൾ പൊക്കി അങ്ങ് തലയെ വെക്കുമെന്ന്. ഇവക്ക് എന്ത് യുക്തിവാദം? ഇവക്ക് ആ തീറ്റവാദം മാത്രമേ ഉള്ളൂ. ഇവൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഇവൾക്ക് കാലം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഒഴിഞ്ഞതാണ്. എൻ്റെ മക്കളുടെ കാര്യത്തിന് ഞാൻ കേസിന് പോയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ കഞ്ചാവെന്നും അവൾക്ക് മെസ്സേജ് അയച്ചു എന്നും ഒക്കെ പറഞ്ഞ് പലരും ചോദിച്ചു വിഷമമില്ലെന്ന്. വിഷമമല്ല, എനിക്ക് സന്തോഷമാണ് ആ കാര്യത്തിൽ. എന്തെന്നറിയാമോ? ഇവൾ മൂലം 10-18ഓളം പേര് കേസിലകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അവരുടെ നിസ്സഹായ അവസ്ഥ പുറത്തേക്ക് പറയാനാവാതെ അവർ നിസ്സഹായരെന്ന് മാത്രമല്ല നിരപരാധികളുമാണ്. ആ നിരപരാധിത്വം പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ മകനെ അറിയാമല്ലോ, അവന് ഭാഷ വലിയ വശമുള്ള ആളല്ല, മലയാളം എഴുതാനും അറിയില്ല. അപ്പോൾ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഗ്രാജുവലി പഠിക്കുകയേ ഉള്ളൂ. വിദേശത്ത് വളർന്ന കുഞ്ഞുങ്ങളാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന രീതിയിൽ അവൾക്കൊരു മെസ്സേജ് അയക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ഒരു കുട്ടീനെ അമ്മയോടുള്ള ശത്രുതയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മോശം പറഞ്ഞ ഈ സ്ത്രീ ആ 18 പേരെ ചുമ്മാതെ വിടുമോ? ഈ കാലം അത്രയും അവൾ ഉണ്ടാക്കിയ സ്വത്തും സമ്പത്തും തൂങ്ങലാട്ടവും കഴുത്തിലാട്ടവും കാലിലാട്ടവും സർവത്ര ഡ്രസ്സുകളും ഒക്കെ അവൾ സമ്പാദിച്ചത് അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല, ഉത്തരം മുട്ടിപ്പോയി. കണ്ടവൻ്റെ കൂടെയൊക്കെ നിരങ്ങി നടക്കുന്ന മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മകളെ സ്വന്തം വരുതിക്ക് വരുത്താനോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് വളർത്താനോ സാധിക്കാത്ത ഉമ്മായും ബാപ്പായും ഹജ്ജിന് പോയി എന്ത് പുണ്യം? നമ്മൾ സൊസൈറ്റിക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നതിനാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു വ്യക്തിത്വം ആളുകൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അതായത് പണക്കാരനായ ഒരു വ്യക്തി അവൻ്റെ 2.5% നീക്കി വെക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് പാവങ്ങളുടെ റൈറ്റ്സ് എന്നാണ് പറയുക, അല്ലാതെ അത് ഉദാര മനസ്കരോട് നിങ്ങൾ കൊടുക്കുന്ന പിച്ചയല്ല. അത്രയും വലിയൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെത്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു തത്വമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. സമൂഹത്തിന് ഉപദ്രവമാവുന്ന കുട്ടികൾ നമുക്കുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ അതിനെ വിലക്കുക, കർശനമായി വിലക്കുക തന്നെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുശല്യമായി സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അത് വിലക്കാൻ പ്രാപ്തിയില്ലാത്ത ഉമ്മായും ബാപ്പായും ഹജ്ജിന് പോയിട്ട് എന്ത് പ്രയോജനം? ഈ പറയുന്ന സ്ത്രീക്ക് ഇവളുടെ കൂടെ ഇരുന്നുകൊണ്ട് കുണുക്കി വർത്താനം പറയാൻ അറിയില്ല. ആ തള്ളക്ക് ഈ മകളെ ഒന്ന് ഉപദേശിച്ചൂടെ? അവർ ഇസ്ലാമാണോ? അവർ ഇസ്ലാമിയത്ത് നിറഞ്ഞ തള്ളയാണോ? അങ്ങനെയാണെങ്കിൽ ഈ മകളെ ഇങ്ങനെ കയറൂരി വിടുമോ? ഈ തോന്നിവാസങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? അത് മാത്രവുമല്ല, അവൾ ചെയ്യുന്ന അത്രയും തെറ്റുകുറ്റങ്ങൾ അവളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിടുമ്പോൾ അതിന് നമ്മളെന്തിനു സഹകരിക്കണം? പിന്നെ മകളില്ലായ്മയൊന്നും ഇല്ലല്ലോ. നേരം വെളുത്ത ഇരുട്ടണവരെ കടപ്പണ്ടം വാങ്ങി കുത്തി കയറ്റുന്നത് നമുക്കും കൂടെ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അതൊന്നും പോരാതെ 7-8 ദിവസം പട്ടിണിയല്ല, ഞാൻ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നത് ഔട്ട്സൈഡ് ഫുഡാണ്. ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നവരുടെ പോക്കറ്റ് എപ്പോഴും കാലിയായി തന്നെ ഇരിക്കും, ഒന്നും സേവിങ്സും ഉണ്ടാകത്തില്ല. പിന്നെ
1.5 ലക്ഷം രൂപയുടെയും 80,000 രൂപയുടെയും നെക്ലസ് മാലയൊക്കെ കയ്യിരിക്കുകയല്ലേ, ഒരെണ്ണം അങ്ങ് വേണ്ടാന്ന് വെക്കണം അത്രേ. അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മാക്കും പാപ്പാക്കും പോകാനുള്ള പൈസ ആവില്ല. അതിന് ആളുകളെ പലിപ്പിച്ച് മൂഞ്ചിപ്പിച്ച് ഉമ്മായും പാപ്പയെ ഹജ്ജിന് വിടുകയെന്ന് പറയണത് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം പറയുന്നതാണ്. നമ്മൾ ഇതിനകത്ത് 10 പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത് ഇസ്ലാമിയർ മാത്രം മനസ്സിലാക്കുക. ഹറാമായ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ പണം കൊടുക്കണമോ വേണ്ടിയോ നിങ്ങൾ ചിന്തിക്കുക. കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ വിലക്കത്തില്ല. പക്ഷേ ആ പൈസ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമായിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വൾഗറാണ് ഈ സ്ത്രീയുടെ ലാംഗ്വേജ്, അത്രത്തോളം വൾഗറാണ് അവളുടെ പ്രവർത്തികൾ. എത്ര മോശപ്പെട്ട രീതിയിലാണ് അവൾ സമൂഹത്തിലുള്ള ഓരോ കമ്മ്യൂണിറ്റി അവൾ അവഹേളിക്കുന്നത്, പറയുന്നത്. എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത്. ആ സ്ത്രീ പറയുന്നതൊക്കെ സത്യമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അവൾക്ക് അർമാദിക്കാനും ധൂർത്തടിക്കാനും പണം വേണം. ആ പണം പൊതുജനം കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത്. ആ പൊതുജനങ്ങളെടുത്ത് കളിയാക്കിക്കൊണ്ട് പറയുന്നത് കേട്ടില്ലേ, മാഷാള്ള എഴുതാൻ 3000 രൂപയാകും, ആ 3000 രൂപ ഉണ്ടെങ്കിൽ അത് എഴുതി തരുന്നത്. ഇവളെ കയ്യിൽ നിന്ന് മാഷാള്ള വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒക്കൂല. അവൾ ആദ്യം യേശപ്പനെ നോക്കി നടക്കുന്നില്ല, അവരെടുക്കുന്നില്ല. ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ അലയിലോട്ട് കയറുക. അതല്ലാതെ കണ്ണൻ്റെ 16 സുന ചുമ്മാ പറയുന്നതാണ്. ഒരാളും വാങ്ങിക്കത്തില്ല, ഒരാളും എവിടെ നിന്ന് വാങ്ങിക്കത്തില്ല. സുത്ത നുണയാണ് അവൾ പറയുന്നത്. അവൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് കേട്ടില്ലായിരുന്നു. മൊത്തം നുണകളുടെ ഒരു കുട്ടാരം തന്നെയാണ് ആ സ്ത്രീ. വീട് വെക്കാനായിട്ട് ഞാൻ തറ ഇട്ടു പൈസ, വീട് ഓൾറെഡി പണി തീർന്നു. അത് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത്. പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ ആളുകൾ കൊണ്ടെത്തിച്ചപ്പോഴത്തേക്കാണ് കള്ളത്തരം പുറത്തായത്. അതിൻ്റെ പിറ്റേന്ന് വന്നിരുന്ന് എന്താ പറഞ്ഞേ, എനിക്ക് എൻ്റെ വാപ്പ പഠിപ്പിച്ചെന്നൊരു തൊഴിലറിയാമെന്ന്, ഡ്രൈവിംഗ് സ്കൂൾ. അതങ്ങ് നടത്തിയാൽ പോരെ, എന്തിനാ ഇപ്പോൾ ബാക്കിയുള്ളവർ ശല്യം ചെയ്യുന്നത്? ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ നല്ല ചെരുപ്പൂരി അടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ആ പ്രിയയൊക്കെ അവഹേളിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ലാത്തൊരു ജന്തുവാണ്. ഒരു പെൺകുട്ടിയുടെ മാതൃത്വത്തിനെ എത്രത്തോളം അവഹേളിക്കാം അത്രത്തോളം അവഹേളിച്ച്. അവൾക്ക് 2 കുട്ടികളുണ്ട്. എന്നിട്ടും പഠിക്കാൻ പോകുന്ന 15 വയസ്സ് വരെ എൻ്റെ കുട്ടി മയക്കുമരുന്നിന് അടിമയാണെന്ന് കൂച്ചമില്ലാതിരുന്ന് പറയുക. ഈ സ്ത്രീയെ എന്താ പറയുക? ഒരു പൊടി കുഞ്ഞല്ലേ, അത് സ്കൂളിൽ പോകേണ്ട കുട്ടിയല്ലേ, 10 പേരെ നോക്കേണ്ടതല്ലേ. ഉമ്മയോടുള്ള ശത്രുതയ്ക്ക് അതാ ചെയ്യുക. കഞ്ചാവിന് അഡിക്റ്റ് എന്നാ പറയുക. അവൾ കണ്ടോ കഞ്ചാവ് എന്താന്ന് പോലും ആ കുട്ടിക്ക് അറിയത്തില്ല. അതിനെയാണ് കഞ്ചാവ് അഡിക്റ്റ്. മൂത്ത കുഞ്ഞിനെ ഇളയ കുഞ്ഞിനെ പറഞ്ഞാൽ പോക്സോ വരും എന്നുള്ളതുകൊണ്ട് മൂത്തോനെയും കൂടെ അങ്ങ് ചേർത്ത് വയ്ക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അത് എത്രത്തോളം ബാധിക്കപ്പെടും ആലോചിച്ച് നോക്കൂ. ഒരു മനസാക്ഷിയും ഇല്ലാത്ത വൃത്തികെട്ട ജന്തുവാണ്. ഒരാളുടെ ഊനം വികാലാംഗത്വം അവൾ പറഞ്ഞില്ല എൻ്റെ പെൻഷൻ വാങ്ങിച്ചതിനടി. ഇവൾക്ക് എത്ര നേരം വേണം? ഇവൾ കുതിച്ച് നടക്കുന്ന ഹീലും ഇട്ടുകൊണ്ട് കാല് വഴിക്ക് ഒന്ന് വീണ് അവളെ നടുവടിച്ച് പൊളന്നാൽ പോരെ അതിന് സംഭവിക്കാനായിട്ട്. എത്രയും മനുഷ്യരുടെ പ്രാക്ക് അവളുടെ തലയിലുണ്ട്. അവളുണ്ടാക്കുന്ന ചിത്രം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ആ പ്രാക്കിൻ്റെ ഒരു ഭാഗം നിങ്ങളും കൂടെ തിന്നു എന്നാണ്. അവളുടെ ഉമ്മാക്കും പാപ്പാക്കും ഹജ്ജിന് പോകണമെങ്കിൽ തൊഴിലെടുത്ത് പോകാൻ പറ. അങ്ങനെയാണ് നീയത്ത് വയ്ക്കുന്നത്. അല്ലാതെ കണ്ടവൻ്റെ പൈസ പറ്റിച്ച് മോൾ ഊമ്പിക്കുച്ച് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നതെല്ലാം മിടുക്കത്തരാം. കഞ്ഞൻ്റെ കിഞ്ഞേ ആളുകളെ കളിയാക്കുന്നത്. എന്ത് മേക്കപ്പ് ഇടാൻ മറന്നുപോയി. അത് മേക്കപ്പ് സെറ്റ് വാങ്ങിക്കാൻ സാധനം ഇല്ലേ, അങ്ങ് തിളച്ച് മറിയാണല്ലോ. നാട്ടുകാരെ വലിപ്പിച്ച് മതിയായില്ലേടി, വെച്ചിട്ട് പോടി.